ഗസയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ മധ്യസ്ഥ രാജ്യങ്ങൾ മുന്നോട്ട് വെച്ച വെടിനിർത്തൽ നിർദ്ദേശം ഹമാസ് അംഗീകരിച്ചിരിക്കുന്നു. ഖത്തറിനെയും ഈജിപ്തിനെയും സന്നദ്ധത അറിയിച്ചു. ഇസ്മായിൽ ഹനിയെയാണ് നിലപാട് ഇരു രാജ്യങ്ങളെയും അറിയിച്ചത്. ഇതോടെ ഇസ്രായേൽ നിലപാട് നിർണായകമാകും. ബന്ദിമോചനത്തിന് മികച്ച വഴി ഹമാസുമായുള്ള കരാറാണെന്ന് നെതന്യാഹുവിനോട് ബൈഡൻ. MCA നാസറുണ്ട് വിവരങ്ങൾ നൽകാനായി. MCA കഴിഞ്ഞ 3 ദിവസമായി ഈ ചർച്ചകൾ പുരോഗമിക്കുകയാണ്. ഈ ഇസ്രായേലിന്റെ നിലപാടാണ് ഇനി അറിയാനുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ്? അജി, 2 ദിവസത്തിലധികം നീണ്ട കെയ്റോ വെടിനിർത്തൽ ചർച്ചയെ തുടർന്ന് ഖത്തറിൽ തിരിച്ചെത്തിയ ഹമാസ് സംഘമാണ് മുതിർന്ന നേതാക്കളുമായിട്ടുള്ള കൂടിയാലോചനയെ തുടർന്ന് ഇന്ന് അല്പം മുമ്പ് ഈ ഔദ്യോഗികമായിട്ടുള്ള അംഗീകാരം അറിയിച്ചിരിക്കുന്നത്. ഇതോടുകൂടി മധ്യസ്ഥ രാജ്യങ്ങളായിട്ടുള്ള ഈജിപ്ത്, ഖത്തർ എന്നിവ മുന്നോട്ട് വെച്ച നിർദ്ദേശം തങ്ങൾ സ്വീകരിക്കും. അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ഇനി മുന്നോട്ട് കൊണ്ടുപോകണം എന്ന നിർദ്ദേശം കൂടി ഹമാസ് ഈ ഇരു രാജ്യങ്ങളെയും അറിയിച്ചിട്ടുണ്ട്. തുടർന്ന് ഇപ്പൊ CIA മേധാവി ഇപ്പോൾ തന്നെ ഖത്തറിലുണ്ട്. അദ്ദേഹം മിക്കവാറും ഇസ്രായേലിലേക്ക് മടങ്ങുമെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ബൈഡൻ ഇന്ന് രാത്രി നെതന്യാഹുവുമായിട്ട് അരമണിക്കൂറോളം ടെലിഫോണിൽ സംസാരിച്ചിരുന്നു. ഹമാസുമായിട്ടുള്ള കരാർ മാത്രമാണ് ബന്ദികളുടെ മോചനത്തിനുള്ള ഏക മാർഗം. അതുകൊണ്ട് ആ നീക്കം ആ സ്വഭാവത്തിൽ തന്നെ മുന്നോട്ട് പോകണമെന്ന് ബൈഡൻ നെതന്യാഹുവിന് കർശനമായിട്ടുള്ള മുന്നറിയിപ്പ് കൊടുത്ത റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ഏതാണ്ട് ഹമാസ് ഇത് അംഗീകരിച്ച സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ഇസ്രായേലിന്റെ റോൾ വളരെ നിർണായകമായി മാറുകയാണ്. മിക്കവാറും നാളെ തന്നെ ഇസ്രായേലിൽ കൂടി ഈ കരാറിന് കയ്യൊപ്പ് വെക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ 213 ദിവസമായി തുടരുന്ന ഗസ യുദ്ധത്തിന് താൽക്കാലികമായെങ്കിലും ഒരു അറുതി വരുമെന്ന ഒരു ശുഭാപ്തി വിശ്വാസമാണ് ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്നത്. അജി, ശരി. MCA നാസറാണ് വിവരങ്ങൾ നൽകിയത്.